കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. എന്താണ് തോന്നുന്നത്? കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് രാജിവെച്ചത്, മോഡിയല്ല രാജിവെച്ചത്. ആദ്യം പറയേണ്ട അതാണ്. അതായത് പാറ്റകളുടെ സമരം വരുമ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരുന്നതാ, ഇല്ലെങ്കിൽ പലരും പ്രതീക്ഷിച്ചതാ, പലരും സ്വപ്നം കണ്ടതാ, കേന്ദ്ര ഗവൺമെന്റ് വീഴും, മോഡി രാജിവെക്കും, ഭരണം ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലോട്ട് പോകും എന്നൊക്കെയായിരുന്നു പലരും മനസ്സ് വിചാരിച്ചത്. മനക്കോട്ടകൾ ഇട്ടത് അങ്ങനെയാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം, ഈ സമരത്തിന്റെ ഈ കഴിഞ്ഞ 2 നാളുകളിൽ, അവസാനത്തെ 2 നാളുകളിൽ മോഡി വീഡിയോയിൽ വന്നു, അല്ലേ, ഇൻസ്റ്റാ വീഡിയോയിൽ വന്നു. അദ്ദേഹത്തിന്റെ ഭാഷ എങ്ങനെയായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതായത് മോഡി വിദ്യാർത്ഥി സമൂഹത്തോട് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ട്. അതിൽ തന്നെ ക്ലിയറാണ്, അദ്ദേഹം വിദ്യാർത്ഥി സമൂഹമായിട്ട് സംഘർഷത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കാരണഭൂതമൊക്കെ ആയിരുന്നു എന്തായനെ ഒന്ന് ആലോചിച്ച്, എങ്ങനെയായിരിക്കും അവരോടൊക്കെ ഒന്ന് ഇടപെടുക? അല്ലെങ്കിൽ നമ്മുടെ അപ്പം വിൽക്കാമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സമരത്തോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? KSUക്കാരുടെ നേരെ നടത്തിയ രക്ഷാപ്രവർത്തനം നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇങ്ങനല്ലോ വിദ്യാർത്ഥികളുടെ നേരെ പ്രതികരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പോലീസിനെ ആക്രമിച്ച് ഗുണ്ടകൾക്കിട്ട് പോലീസ് അടി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ വിദ്യാർത്ഥികളെ അല്ല. അതാണ്. അപ്പോൾ മോഡി അഭിസംബോധന ചെയ്ത് വിദ്യാർത്ഥി സമൂഹത്തെയാണ്, യങ്സ്റ്റേഴ്സിനെയാണ്. മോഡിയുടെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മോഡിയെ പിന്തുണയ്ക്കുന്നത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സാണ്, ജെൻസിയും വിദ്യാർത്ഥി സമൂഹത്തിനെയാണ്. അവരുടെ ഹീറോ ആണ് മോഡി. അതുകൊണ്ടാണ് അവരെ ഏറ്റവും കൂടുതലുള്ള പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ റെക്കോർഡായിട്ട് മോഡിയുടെ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടതും അദ്ദേഹത്തിന് ലൈക്ക് കിട്ടുകയും റിയാക്ഷൻസ് ഉണ്ടായതും കമൻറ്റുകൾ ഉണ്ടായതും എല്ലാം. അവർക്ക് മോഡിയിൽ വളരെയധികം താല്പര്യമുണ്ട്, മോഡിയിൽ പ്രതീക്ഷയുണ്ട്. തങ്ങളുടെ പ്രതീക്ഷകൾ മോഡി നിറവേറാതെ വിടില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. പിന്നെ പാറ്റകൾ എന്ന പേരിൽ സമരം നടത്തിയവർ, അവരിൽ വിദ്യാർത്ഥികളുണ്ട്. അവർ മുന്നിൽ വെച്ച സുപ്രധാന ആവശ്യങ്ങൾ 3 എണ്ണമായിരുന്നു. അതിലൊന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയായിരുന്നു. 2, അവർക്കെതിരായിട്ടുള്ള ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്ക്, വിദ്യാർത്ഥികൾക്കെതിരെ, ഓർക്കണം, വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കരുത് എന്നുള്ളതായിരുന്നു. 3ാമത്തത് നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ആ സമയത്ത് അതിൽ വളരെ വിഷമത്തോടുകൂടി ആത്മഹത്യ വിദ്യാർത്ഥികളുണ്ട്, അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത്. ഈ 3 ആവശ്യവും അംഗീകരിച്ചു. പ്രത്യേകിച്ച് 2 ആവശ്യങ്ങൾ ആദ്യമേ തന്നെ അംഗീകരിച്ചു. 3ാമത്തത്, അതിലൊരു ഫൈനൽ ക്ലാരിറ്റി ഇപ്പോഴും വരാനുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടാണോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്, അതോ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാവരുത് എന്ന് കരുതി ധർമ്മേന്ദ്ര പ്രധാൻ സ്വയം രാജിവെച്ചാണോ? സ്വയം രാജിവെച്ചാണെങ്കിൽ പോലും ഒരുപക്ഷെ BJPയുടെ ഉന്നതതലങ്ങളിൽ നിന്നോ മോഡിയുടെ ഓഫീസിൽ നിന്നോ പറഞ്ഞു കാണും, ഒരുപക്ഷെ രാജിയാണ് നല്ലത്. അദ്ദേഹത്തെ രാജിവെപ്പിക്കണം, പെട്ടെന്ന് രാജിവെപ്പിച്ച് ഇറക്കി വിടണമെന്നല്ല മോഡി തീരുമാനിച്ചിരുന്നത് എന്ന് തോന്നുന്നു. എന്താണ് കാരണം? കാരണം മന്ത്രിസഭാ പുനഃസംഘടന മുന്നിലുണ്ട്, അതിൽ അദ്ദേഹത്തെ മാറ്റിയാൽ മതിയല്ലോ. മാറ്റും എന്നുള്ള ഉറപ്പായിരുന്നു. കാരണം ആ മന്ത്രാലയത്തിൽ, അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള പരീക്ഷകളിൽ പല പല പ്രശ്നങ്ങളും കണ്ടു. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുക എന്നുള്ളതേക്കുള്ള യഥാർത്ഥത്തിൽ ആവശ്യം അതിനകത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസീസ് പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പരീക്ഷാ നടത്തിപ്പിന്റെ ഏജൻസി ഉണ്ട്, അത് പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. അത് ഇവരെ ആവശ്യപ്പെടാത്തൊരു കാര്യമാണ്, പാറ്റകളത് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടാതെ തന്നെ ഉണ്ടായൊരു കാര്യമാണ്. എന്തായാലും മോഡി ഒരു കാര്യം തെളിയിച്ചു, ഞാൻ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഇതുപോലെ പെരുമാറിയിട്ടില്ല. ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലമാണ്. ജനാധിപത്യത്തെ കുരുതു കൊടുത്തുകൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കി. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് എത്ര വിദ്യാർത്ഥികൾ ജയിലിൽ പോയി? ഞാൻ ചോദിച്ചോട്ടെ, അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, പേര് രാജൻ. കേരളത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ, അത് വിദ്യാർത്ഥിയല്ലായിരുന്നു, ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നല്ലേ പിടിച്ചോണ്ട് പോയത്? എന്നിട്ട് അയാൾ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞില്ലേ? അതുപോലെ പല വിദ്യാർത്ഥികളും അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ഒരു നടപടിയല്ലോ മോഡി ആഗ്രഹിച്ചത്. ഡൽഹിയിൽ കലാപം ഉണ്ടായി, മറ്റ് സ്റ്റേറ്റ് കലാപമല്ല, സമരം ഉണ്ടായി, മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിലും സമരം ഉണ്ടായേക്കാം. സമരത്തിന് അനുകൂലമായിട്ട് പലയിടത്തും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അല്ലാത്തവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് നോക്കുമ്പോഴും ഇനി മോഡി നോക്കുമ്പോഴും ദേശീയവാദികളുടെ ആൾക്കാർ നോക്കുമ്പോഴും എല്ലാം കാണുന്ന ഒരു കാഴ്ച എന്താണ്? 1, വിദ്യാർത്ഥികൾ സമരത്തിലുണ്ട്. 2, വിദ്യാർത്ഥികൾ അല്ലാത്തവർ സമരത്തിലുണ്ട്. 3, രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിലുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും സമരത്തിൽ നിന്ന് പിൻവാങ്ങിയായിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആദ്യമേ തന്നെ വലിഞ്ഞു നിന്നു, കോൺഗ്രസിനൊപ്പം നിന്ന് എനിക്ക് അവരെ കിട്ടിയില്ല. പിന്നീട് കോൺഗ്രസും പിൻവാങ്ങി. അഖിലേഷ് യാദവ് ഒക്കെ ആണെങ്കിലും, അഖിലേഷ് യാദവും KC വേണുഗോപാലും തമ്മിൽ ലോക്സഭയിൽ തർക്കവും ഓൾമോസ്റ്റ് സംഘർഷാത്മക ഒരു സ്ഥിതി വരെ ഉണ്ടായി അവർ തമ്മിൽ. കാരണം ഈ സമരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ഭിന്നതയായിരുന്നു എങ്ങനെ വേണമെന്നുള്ളത്. അങ്ങനെയൊക്കെ വന്നോടുകൂടിയിട്ട് പല രാഷ്ട്രീയ സംഘടനകളും വിട്ടുനിൽക്കുകയത്. അവസാനം വിദ്യാർത്ഥികളും പാറ്റകൾ എന്ന് വിളിക്കുന്ന അരാജക സംഘങ്ങളും മാത്രമായി. അതിൽ പാറ്റകളോടല്ല
സർക്കാർ ചർച്ച നടന്നത് വിദ്യാർത്ഥികളോട്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ അംഗീകരിക്കാത്ത ആവശ്യങ്ങൾ, അന്യായമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ടായിരുന്നല്ലോ. കാശ്മീരിന്റെ 370 വകുപ്പ് പുനഃസ്ഥാപിക്കണം എന്ന് ഈ പ്രതിഷേധത്തിനിടയ്ക്ക് തന്നെയല്ലേ നമ്മൾ കേട്ടത്. ഷർജീൽ ഇമാമിനെ പോലുള്ള ആൾക്കാരെ, ഭീകരവാദികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഈ സമരത്തിനിടെ തന്നെയല്ലേ നമ്മൾ കേട്ടത്. അതിനിടയ്ക്ക് FCRA ലോബി വെളി വന്നല്ലോ. പല ആൾക്കാരും വെളി വരുന്നു. വാളെടുത്ത് സിഖുകാർ വരുന്നു. ഇങ്ങനെയുള്ള പല ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വിദ്യാർത്ഥികളല്ലാത്ത പലരും, ചില മതസംഘടന ആൾക്കാർ, ഭീകരവാദ ഗ്രൂപ്പുകളുടെ ആൾക്കാർ, ഇങ്ങനെ പലരും രംഗത്ത് വരികയാണ്. ഇത് കൂടാതെ ഇക്കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടിവിയിൽ അർണാബ് ഗോസ്വാമി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് വിദേശ ഫണ്ട് വന്നിട്ടുണ്ട് ഈ സമരത്തിന് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. FCRA വിരുദ്ധ ലോബിയുണ്ട്. FCRA നിയമം ഭേദഗതിന് വിരുദ്ധമായിട്ട്, അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ലോബി, അവരാണ് ഈ സമരത്തിന്റെ പുറകിൽ എന്ന് പറയുന്നു. ശരിയാണ്, അങ്ങനെ പലരും ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ ജനരോഷത്തെ അതിലേക്ക് പെട്രോളൊഴിച്ച് കത്തിക്കാൻ വേണ്ടി വേറെ ആരൊക്കെയോ രംഗത്തിറങ്ങി ഫണ്ട് ഇറക്കിയിട്ടുണ്ടാവും. ക്രൗഡ് ഫണ്ടിങ് നടക്കണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നൊരു കണ്ടു. നോക്കുമ്പോൾ അത് ഈ സമരത്തിന് വേണ്ടിയിട്ടുള്ള എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു. ഇന്ന പോലൊരു സാധനം ഇതാ ഇവിടെ പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് എടുക്കുന്നു. ക്രൗഡ് ഫണ്ടിങ് എന്തിനായിരിക്കും അത് ചെയ്യുന്നത്? ഒരു പരിധി വരെ നമ്മൾ പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ സമരത്തെ സഹായിക്കാനായിരിക്കും. അതിൻ്റെ മറ്റൊരു മീനിങ് എന്നാണ്? ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് ഞങ്ങൾ സമരത്തിന് പണം സമാഹരിച്ചതെന്ന് ദേശവിരുദ്ധ ശക്തികൾക്ക് പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ പണം വന്നിരിക്കുന്നത് ചിലപ്പോൾ വെളിയിൽ നിന്നായിരിക്കും. അത് മറച്ചു പിടിക്കാനും കൂടിയായിരിക്കാം ക്രൗഡ് ഫണ്ടിങ്ങുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. എന്തായാലും അവിടെ വിദ്യാർത്ഥികൾ അവർ സാമാന്യഗതിയിൽ അസംഘടിതരാണ്. അവരവിടെ വന്നു. CJP എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടരും വന്നു. ഇതിനിടയ്ക്ക് മുതലെടുക്കാൻ മറ്റൊരു കൂട്ടർ വന്നു. ഒരു വിദ്യാർത്ഥിനി പറയുന്നുണ്ടായിരുന്നു, വിദ്യാർത്ഥി ഒന്നിന് 5 വീതം ഗുണ്ടകൾ അവിടെ ഉണ്ടെന്ന്. വാസ്തവമാണ്, ഗുണ്ടകളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളാണോ പോലീസിന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചിരിക്കുക? വിദ്യാർത്ഥികൾ ചെയ്യാൻ സാധ്യതയില്ല, ഒരിക്കലുമില്ല. പോലീസിനെ ആക്രമിച്ചു. 150ഓളം പോലീസുകാരാണ് ആക്രമിക്കപ്പെട്ടത്. അതിൽ ഏതാണ്ട് 80ഓളം പേര് ആശുപത്രിയിലാണ്. നേരിട്ട് ആക്രമിക്കുക പോലീസുകാർ. മാധ്യമപ്രവർത്തകമായ സ്ത്രീകളുടെ ഒരു അതിക്രമം ഉണ്ടായി. അതൊന്നും ചെയ്ത് വിദ്യാർത്ഥികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാർത്ഥികളല്ലാത്ത ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ആവശ്യങ്ങളല്ല മോഡി സർക്കാർ അംഗീകരിക്കുന്നത്. ആവശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സർക്കാർ സത്യം പറഞ്ഞാൽ വൈകിക്കുകയാണ് ചെയ്തത്. ഈ 10-35 ദിവസമായിട്ട് ഇങ്ങനെ സമരം നടക്കുന്നുണ്ട്. ആ സമരം തുടങ്ങിയപ്പോഴൊക്കെ വേണമെങ്കിൽ ഈ രാജി നടപ്പാക്കാമായിരുന്നു. പക്ഷെ നടപ്പാക്കിയില്ല. അത് ഇനി വരുന്ന രാജ്യസഭാ ഇലക്ഷനുകൾ, അതുപോലെ മന്ത്രിസഭാ പുനഃസംഘടന എന്നിവരെങ്കിലും നീട്ടിവെക്കാനായിരുന്നു താല്പര്യം എന്നാണ് പല മാധ്യമ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, അത്ര നീട്ടേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് ഈ സമരം നടക്കുമ്പോൾ. എന്തായാലും കേന്ദ്ര സർക്കാരിന് ഈ സമരം ഇത്ര നാൾ നേരിട്ട് കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമരത്തിൽ പങ്കെടുത്ത രാജ്യവിരുദ്ധ ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അനേകം പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളല്ലാത്തവർ സമരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു. അവർ പല അക്രമ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു. അവരുടെ ടൂൾ കിറ്റ് ഇറങ്ങുന്നു. ടൂൾ കിറ്റിനകത്ത് പലതും പറയുന്നുണ്ട്. അതായത് നമ്മളെങ്ങനെ പോലീസിനെ വെട്ടിക്കണം, എങ്ങനെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രക്ഷപ്പെടണം, എങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്തണം, ഇങ്ങനെ പല കാര്യങ്ങളും. പ്രൊപ്പഗൻഡ എങ്ങനെ വേണം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ടൂൾ കിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ടൂൾ കിറ്റ് വരുന്നത്? അവിടെ ഈ സമരം ചെയ്ത ഏതാനും വിദ്യാർത്ഥികൾ ടൂൾ കിറ്റ് ഇറക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസിനെ വെട്ടിച്ച് മാറുന്നത് എന്തിനാണ്? ടൂൾ കിറ്റിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ദേശവിരുദ്ധ ശക്തികൾ ഇവിടെ ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഈ ടൂൾ കിറ്റ് വിദേശത്തു നിന്ന് വരുന്ന ഐഡിയ ആണെന്ന് അർത്ഥം. അതുമാത്രമല്ല, റിപ്പബ്ലിക് ടിവിയിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന വിദേശികളെ കാണിച്ചു. അമേരിക്കൻ പൗരന്മാർ പങ്കെടുക്കുന്നു. അമേരിക്കക്കാരുടെ ഇൻവോൾവ്മെന്റ് നേരിട്ടുണ്ട് എന്ന് തന്നെ അർണാബ് ഗോസ്വാമി പറയുന്നത് ഞാൻ കേട്ടു. ശരിയാണ്, ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും. അർണാബ് ഗോസ്വാമി ഇത് പറയുന്നതിന് ഒരാഴ്ചയ്ക്കധികം മുമ്പ് നമ്മൾ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് പറയണ്ടായിരുന്നില്ലേ, FCRA വിരുദ്ധ ലോബിയാണ് ഇതിന് പുറകെ കളിക്കുന്നതെന്ന്, അമേരിക്കയാണ് ഇതിന് പുറകെ കളിക്കുന്നതെന്ന്. ഈ സമയത്ത് അമേരിക്ക ഇന്ത്യക്ക് തീരുവ ചുമത്താൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ബില്ല് അമേരിക്കയിൽ പാസ്സായി. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഒരുമിച്ചാണ് പാസ്സാക്കിയെന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. കൃത്യം അത് തന്നെ സംഭവിച്ചു. 10% തീരുവ ഓൾറെഡി ചുമത്തി കഴിഞ്ഞു ഈ സമരത്തിന്റെ സമയത്ത്. എന്തുകൊണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ട്രംപ് സർക്കാർ അങ്ങനെ പരിപാടിയും കൂടെ കാണിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കൃത്യമായിട്ട് ഈ സമയത്ത് ചെയ്യുമ്പോൾ അത് FCRA ബില്ല് അമെൻഡ് ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ലോബികൾക്ക് കൊടുക്കുന്ന പിന്തുണയും കൂടിയാണ്. ഇക്കാര്യങ്ങൾ അർണാബ് ഗോസ്വാമിക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. എന്തായാലും ഈ രാജ്യവിരുദ്ധ ശക്തികളൊക്കെ കൂടെ ഈ സമയത്ത് ഇറങ്ങുന്ന കുറേ എണ്ണത്തെ തടുത്തുകൂട്ടി ഈ സമരം ഡൽഹിയിലെത്തിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ക്യാമറകൾ വെച്ച് ഇവരെ നിരീക്ഷിക്കുന്നു. ഫേസ് ട്രാക്കിംഗ് ഉണ്ട്.
അവരുടെ ആധാർ നമ്പറുകൾ തിരിച്ചറിയപ്പെടും. ഈ വന്നവരിൽ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയും. കാരണം ആധാർ നമ്പർ ട്രാക്ക് ചെയ്താൽ ഇവൻ്റെ പേര് കേസുണ്ടോ എന്നറിയാം. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കാസർഗോഡെന്നോ മലപ്പുറത്തുനിന്നോ കോഴിക്കോടെന്നോ എറണാകുളത്തുനിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ഒക്കെ പോയവരുണ്ടെങ്കിലും അവരൊക്കെ ചിലപ്പോൾ വല്ല റോഡുകളിൽ സമരത്തിൽ പങ്കെടുത്താണെങ്കിൽ പോലും അവർ ഇങ്ങനെ അവിടെ ചെന്ന ക്രിമിനലുകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് വരും. ഒറ്റ വിദ്യാർത്ഥി ഇത് പെടില്ല. വിദ്യാർത്ഥികളുടെ പേര് കേസെടുക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥി അല്ലാത്തവരുടെ പേര് കേസെടുക്കാമല്ലോ. മാധ്യമപ്രവർത്തകരുടെ സ്ത്രീകളെ ആക്രമിച്ചവരുടെ പേര് കേസെടുക്കാമല്ലോ. പോലീസുകാരൻ്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചവരുടെ പേര് കേസെടുക്കാമല്ലോ. പോലീസുകാരെ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയവരുടെ പേര് കേസെടുക്കാമല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. അക്രമം കാണിക്കുന്നവരുടെ പേരിൽ എന്തും ആവാം. തീർച്ചയായിട്ടും സർക്കാരിന് അവരുടെ എല്ലാം പേര് കേസെടുക്കാൻ പറ്റും. ഇവരെ എല്ലാം കൃത്യമായിട്ട് ഡൽഹിയിലെത്തിച്ചു. അവരുടെ പേരിലുള്ള കേസുകൾ തിരിച്ചറിയപ്പെടും. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കെതിരെയല്ല, പൂർണ്ണമായിട്ട് ഇത്തരം ആൾക്കാർക്കെതിരെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ ഒന്നുകിൽ സ്വമേധയാ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നയിക്കുന്ന മോഡിയുടെ ആവശ്യപ്രകാരം രാജിവെച്ചിരിക്കുന്നു. നല്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പുനഃസംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മന്ത്രാലയത്തിലെ ഏജൻസികളെ പുനഃസംഘടിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ഹെഡായിട്ടുള്ള മന്ത്രി രാജിവെച്ചിട്ട് തന്നെ വേണോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ചിലപ്പോൾ വേണ്ടിയിരിക്കില്ല. എങ്കിലും ഇവിടെ ജനരോഷം അദ്ദേഹത്തിനെതിരായിട്ട് തിരിഞ്ഞു. കാരണം ഈ നീറ്റ് പരീക്ഷ വന്നപ്പോൾ ആ മന്ത്രാലയം നയിക്കുന്ന മന്ത്രിയുടെ നേരെയാണ് ജനരോഷം ഉണ്ടായത്. അദ്ദേഹം കുറ്റക്കാരനായിരിക്കില്ല, എങ്കിലും ഉണ്ടായി. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ശമിക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കാര്യം. പ്രതിഷേധങ്ങൾ അവിടെ അവസാനിക്കട്ടെ, നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ. ഡൽഹിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എത്തിയ ക്രിമിനലുകളെയും സർക്കാർ പിടിക്കട്ടെ. നീറ്റ് പരീക്ഷ ക്രമക്കേട് കാണിച്ചവരെയും സർക്കാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ, ശിക്ഷിക്കട്ടെ. എന്തായാലും ഇത് മോഡിയുടെ പരാജയമല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ പരാജയമല്ല. വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാനാണ് മോഡി ആഗ്രഹിച്ചത്. അദ്ദേഹം നിൽക്കുകയും ചെയ്തു. ആ നിലപാടിന്റെ വിജയം മാത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.